ഒരിക്കലും ലാലേട്ടനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചതല്ല. ലാലേട്ടൻ തന്നെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ളൊരു മഹാനടൻ്റെ അടുത്ത് ചെന്ന് പിടിച്ചു നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റി. അത് ഭയങ്കരമായ സന്തോഷമാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ ആണ്. അവർ പറയുന്നുണ്ട് ലാലേട്ടൻ കാത്തിരിക്കുന്നു, ലാലേട്ടൻ ചോദിച്ചു ഉമ്മയും വന്നില്ലെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ചോദിക്കുന്നു. പുള്ളി ഓരോ വീഡിയോ വരെ കണ്ടതിൻ്റെ കാര്യം ഇങ്ങനെ എടുത്ത് പറഞ്ഞു. ഞാൻ ചെന്ന് കയറുമ്പോഴേ ചോദിക്കുന്ന മോനെ താടി മുടി നോക്കട്ടെ, ഇന്നലെ ബാർബർ ഷോപ്പിൽ ഇരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ വിറയ്ക്കുമായിരുന്നു നിന്ന്. ലാലേട്ടനെയൊക്കെ പോലെ ഒരാളെ കാണുമ്പോൾ സന്തോഷിച്ചില്ലെങ്കിൽ അവൻ മനുഷ്യരല്ലാന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇതിന്റെ മുമ്പിൽ കുത്തിയിരിക്കും. സീസൺ 1 മുതൽ അതിൽ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇവൻ ചോദിച്ചു, ഉമ്മ നമുക്ക് ഒരു വീഡിയോ എടുത്താലോ? എന്തുവാ ഭയങ്കര ബഹളമാണല്ലേ? ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന്റെ ടാസ്ക് നടക്കുമായിരുന്നു അതിന്റെ ഇടയിൽ. ക്യാപ്റ്റൻസിയുടെ ടാസ്ക് അതൊരു കയറ് വടംവലി പോലെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞ ആദ്യത്തെ വീഡിയോ ചെയ്തത് നല്ലതായി, രണ്ടാമത്തെ ദിവസം ചെയ്തത് അതിലും മേലായി, മൂന്നാമത്തെ ദിവസം ഞാൻ ഒരു പട്ട് സാരിയൊക്കെ എടുത്തു കൊടുത്തിരുന്നു. അനീഷ് ആരാധികയാണ്. അനീഷിന് ആരെന്ത് പറഞ്ഞാലും ഉമ്മാക്ക് അവരുടെ ഒരു ദേഷ്യം. എല്ലാവരും ഇഷ്ടം. പക്ഷെ അത് കുറ്റം കണ്ടാൽ ഞാൻ അതുപോലെ പറയുന്ന ആളാണ്. അനു നല്ല ഗെയിമറൊക്കെ തന്നെ, പക്ഷെ ആ കരച്ചിൽ ഒട്ടും കൊള്ളാം. ഒരു അധ്യാപകനായിട്ട് PR അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മണ്ടരായിരിക്കണം. ഉമ്മയുടെ അഭിപ്രായത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ PR ഉള്ളത് ആർക്കാണ്? അനുവിനായിരിക്കും. ഇനി പ്ലാച്ചിയെ കൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്തോ. പൊടിക്കുഞ്ഞല്ലല്ലോ. അങ്ങനെ അവര് വിളിക്കുമെങ്കിൽ ഉമ്മയുമായിട്ട് പോവാൻ വാ കൊണ്ടുള്ളത് ഞാനും ചെയ്യും, അവനും ചെയ്യും. നമസ്കാരം. ബിഗ് ബോസിന് റിവ്യൂ പറഞ്ഞ് വൈറലായ രണ്ടുപേരെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ ക്ഷണിച്ചിരുന്നു. ലാലേട്ടൻ വിശേഷപ്പെട്ട അതിഥികൾ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഷർജുക്കയും ഉമ്മയായ റജില ഉമ്മയും. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പോയിട്ട് എങ്ങനെയുണ്ട്? ലാലേട്ടൻ എന്ത് പറഞ്ഞു? ലാലേട്ടൻ ഭയങ്കര സ്നേഹത്തോടെ പെരുമാറിയത്. ഒരിക്കലും ലാലേട്ടനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചതല്ല. ലാലേട്ടൻ അത്ര കാര്യമായിട്ടാണ് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുകയും ലാലേട്ടൻ തന്നെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കുകയും ഒക്കെ ചെയ്ത്. അവിടുത്തെ സെറ്റപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ബിഗ് ബോസിനകത്തായാലും അവിടെ സ്റ്റുഡിയോ റൂമിലായാലും എല്ലാം നന്നായിരുന്നു. എല്ലാം നല്ലതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയുണ്ട് ഷർജുക്ക ബിഗ് ബോസ്? ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് റിയലിട്ടാണ് പോയത്. ഉമ്മ എങ്ങനെ വിളിച്ചേക്കുന്ന ഏഷ്യാനെറ്റിൽ നിന്ന്. എന്നിട്ട് ആളുകൾ വിശ്വസിക്കുമല്ലോ ഞാൻ ഇതുപോലത്തെ അല്ലാത്ത ഏറിയലൊക്കെ ചെയ്യും, ഗൾഫിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പം എന്നിട്ട് പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ പറയുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഉമ്മായം കൊണ്ട് പോയി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, ഫുഡ്, താമസം എന്ന് വെച്ചാൽ അടിപൊളി ഒരു റിസോർട്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അവിടുത്തെ ഈ ബിഗ് ബോസിൻ്റെ മൊത്തം ക്രൂവും കിടക്കുന്ന അതേ റിസോർട്ട് തന്നെയായിരുന്നു. നമുക്കും ഫുഡായാലും എല്ലാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടാക്സി, ഇതെല്ലാം പോട്ടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മളെ അവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ ആണ്. അവർ പറയുന്നുണ്ട് ലാലേട്ടൻ കാത്തിരിക്കുന്നു, ലാലേട്ടൻ ചോദിച്ചു ഉമ്മയും വന്നില്ലെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ചോദിക്കുന്നു കിടന്ന്. എന്നുവെച്ചാൽ നമ്മളെ ചുമ്മാ ഇതാക്കുവാണ്, വെറുതെ പറയുമല്ലോ, അങ്ങനെ ചോദിച്ചില്ലെങ്കിലും പറയുമല്ലോ നമുക്കൊരു സന്തോഷമാവാൻ വേണ്ടിയിട്ട് എന്നാണ് വിചാരിച്ചത്. പക്ഷേ കാരവാനിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഓരോ വീഡിയോ വരെ കണ്ടതിൻ്റെ കാര്യം ഇങ്ങനെ എടുത്ത് പറഞ്ഞു. ഞാൻ ചെന്ന് കയറുമ്പോഴേ ചോദിക്കുന്ന മോനെ താടി മുടി നോക്കട്ടെ, ഇന്നലെ ബാർബർ ഷോപ്പിൽ ഇരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ വിറയ്ക്കുമായിരുന്നു നിന്ന്. ഞാൻ ഗിലിഗിലാ വിറച്ചു. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ അങ്ങനെ വിറയ്ക്കത്തില്ല, ആരെടുത്തായാലും വിറയ്ക്കുന്ന ഒരു ഇതല്ല. പക്ഷേ ലാലേട്ടനെ കണ്ടപ്പോഴത്തേക്ക് മൊത്തം പോയി. പറയാൻ കുറേ കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, ഒന്നും പറഞ്ഞതുമില്ല. കാണാൻ കിട്ടുന്നെങ്കിലേ അവാർഡ് കിട്ടി എൻ്റെ ആ കാര്യങ്ങൾ അതും ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മൊത്തം പോയി. ഉമ്മായി അങ്ങനെ ഇതായി. ആ സമയത്ത് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെ സംഭവിച്ചതാണ്. കാര്യം ആ റീലെടുക്കാൻ പറ്റും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഒരിക്കലും അങ്ങനെ വീഡിയോ ഞാൻ പുറത്ത് കണ്ടിട്ടില്ല. ലാലേട്ടൻ എയർപോർട്ടിൽ നടന്നു പോകുന്നതും കാറി കയറി പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. ആരുമായിട്ട് വിളിച്ചു തീർത്തി അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആരും എടുക്കുമ്പോഴേ പറയും ഫോട്ടോ എടുക്കാൻ മോനെ എന്ന് പറഞ്ഞ് എടുക്കും. ഫോട്ടോയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ വീഡിയോ കിട്ടിയപ്പോഴത്തേക്ക് ആ വീഡിയോ അത് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോയും ഭയങ്കര റീച്ചായി. ഏതാണ്ട് 5.6 മില്യണായി. അതേപോലെ ലൈക്കും എല്ലാം. സെലിബ്രിറ്റികൾ മൊത്തം വന്ന് ലൈക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ് എൻ്റെ അക്കൗണ്ട്. സിനിമാടന്മാർ. അപ്പോൾ സിനിമാടന്മാരുടെ പേര് കാണുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ അങ്ങനെ ഇത്രത്തോളം ഇതായി പോകുന്നത്. ഞാൻ കുറേ നാളുകൊണ്ട് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ റിവ്യൂ തുടങ്ങുന്നത് എനിക്ക് കണ്ടന്റ് ഒന്നും എടുക്കാനായിട്ട് കൂടുതലുള്ള ആളുകളില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാനില്ല. എനിക്ക് വീഡിയോ എന്തെങ്കിലും ഇട്ടുകൊണ്ടേ ഇരിക്കണം എല്ലാ ദിവസം കേട്ടോ. അപ്പോൾ ഞാനാണത് മേക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം കയറി വന്നപ്പോഴത്തേക്ക് ഉമ്മ അടുത്ത് വെറുതെ ചോദിച്ചു ബിഗ് ബോസ് ആരെയാണ് ഉമ്മ ഇഷ്ടം.
അപ്പോൾ ഉമ്മ ഭയങ്കര അനീഷിൻ്റെ ഭയങ്കര ആരാധിക. അപ്പോൾ അനീഷിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് കൊള്ളാമല്ലോ, ഒരു ദിവസം വെറുതെ നമുക്ക് എടുത്തു നോക്കാമെന്ന് പറഞ്ഞ് അന്ന് എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ അത്യാവശ്യം 1 മില്യൺ പുറത്ത് വ്യൂ. അപ്പോൾ ഞാൻ ഇതിലെന്തോ ഉണ്ടല്ലോ, കാര്യം ഇത് സെൻസിറ്റീവായിട്ട് നിൽക്കുകയല്ലേ ഷോ. അപ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എങ്ങനെ പറയുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു പ്രേക്ഷകരെ മൊത്തം നമുക്കും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ ഫോളോ ചെയ്തായാലും ഞാൻ 40K ഫോളോവേഴ്സേ ഉള്ളായിരുന്നു ഇൻസ്റ്റയിൽ. ഇപ്പോൾ ഏതാണ്ട് 1 ലാക്ക് അടിക്കാറായി. അതേപോലെ ഫേസ്ബുക്കിൽ 1 ലാക്ക് കഴിഞ്ഞു. അതെല്ലാം ഈ ബിഗ് ബോസിൽ പോയി ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം കേട്ടോ. അതിനു മുമ്പ് ഇത്രയും ഒരു ഇത് വന്നിട്ടില്ല. സ്റ്റോറി വ്യൂ ആയാലും എല്ലാം കാണുമ്പോൾ എനിക്കൊരു അതിശയമാണ്. 60,000 പേരാ സ്റ്റോറി കാണുന്നത്. അപ്പോഴത്തേക്ക് എനിക്കൊരു 5,000 പേര് 10,000 പേരൊക്കെ കണ്ടിട്ടുണ്ട്. മാക്സിമം എൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 10,000 പേരെ കണ്ടു. അപ്പോൾ ലാലേട്ടനായിട്ട് വന്നപ്പം ഈ ഇൻസ്റ്റ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നാണ് എനിക്ക് തോന്നി. അതുമാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളവർ ഏതാണ്ട് 3000 പേരോളം എനിക്ക് സ്റ്റോറി ഇട്ട് മെൻഷൻ ചെയ്തു. അപ്പോൾ ഈ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. നമ്മൾ അറിയത്ത് പോലും ഇല്ല, എന്നാലും നമ്മുടെ നാട്ടിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരിട്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, ഈ ഇൻസ്റ്റയിൽ കൂടുതലും ഒരുപാട് പേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അയച്ച മെസ്സേജും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയില്ല. ഈ തുടങ്ങിയ സമയത്ത് വീഡിയോ ചെയ്യാനെല്ലാം എന്തെങ്കിലും പേടിയോ ഒക്കെ ഉണ്ടായിരുന്നോ? അല്ല, ഇവിടെ വീട്ടിൽ ഇരുന്ന് തുടങ്ങിയ സമയത്ത് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓരോരുത്തർ ഇവൻ കടയടച്ചിട്ട് 9:30 മണി 10 മണി അന്ന് ആദ്യം ചെയ്യുന്ന ദിവസം നേരത്തെ വന്നു. എന്നോട് സംസാരിക്കുന്നതിന് ഉമ്മാക്ക് ഒരു പേടിയില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോർമലി സംസാരിക്കാനൊക്കെയാണ് സംസാരിക്കുന്നത്. അതൊന്നും ചേർക്കത്തില്ല. ഉമ്മ അടുത്ത് ഇതൊക്കെ പറഞ്ഞ് ഉമ്മ മിസൈൽ എന്നൊക്കെയാണ് പറയുന്നത്, ജിസൈലിന്. അപ്പോൾ അതൊക്കെ ഞാൻ പറയും കയറി പോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇവൻ 9 മണിക്ക് അന്ന് നേരത്തെ കച്ചവടം മോശമാണെന്ന് പറഞ്ഞ് നേരത്തെ വന്ന് കയറിയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് അതിൽ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇവൻ ചോദിച്ചു, ഉമ്മ നമുക്ക് ഒരു വീഡിയോ എടുത്താലോ? ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇവൻ വീഡിയോ എടുക്കാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസരം. ഇവനിക്ക് എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരം ഞാൻ പറഞ്ഞു എടുക്കാടാ, ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ ഞങ്ങൾ നേരത്തെ 7 വർഷത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ടിക്ടോക്ക്. ഗൾഫിൽ ചെയ്തിട്ടുണ്ട്. വലിയ അക്കൗണ്ട്. അപ്പൊ ഞാൻ ഒരു സീരിയലിന്റെ കാര്യത്തിന് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ പണ്ടേ ഉണ്ട് ഈ പാഷൻ കേട്ടോ. ഞാൻ ഈ 7 വർഷം ബിഗ് ബോസിന് അയച്ചിട്ടുണ്ട്, ലാലേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതവിടെ ചെന്നിട്ട് ലാലേട്ടൻ പറയുകയും ചെയ്തു. ഏഷ്യാനും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവർ കാണില്ല. നമ്മൾ നേരിട്ടൊരു കോണ്ടാക്ട് വേണം. ഞാൻ ആ സീരിയൽ ചെയ്യാനായിട്ട് നാട്ടിൽ വന്ന് അകപ്പെട്ടതാണ്. അപ്പോഴത്തേക്കും ഈ ഇത് നിരോധിച്ച് ടിക്ടോക്ക് നിർത്തിയതോടുകൂടി എൻ്റെ പ്ലാറ്റ്ഫോം പോയി. അപ്പോൾ ഞാൻ പിന്നെ ഫുള്ള് തകർന്നു. എൻ്റെ കയ്യിലിരുന്ന ഫോൺ വീണ് പൊട്ടി. 5 വർഷം വീഡിയോ ചെയ്തില്ല. ഇപ്പോൾ 9 മാസം കൊണ്ടാണ് ചെയ്ത്. അപ്പോഴും ഞാൻ പല തവണയും പറഞ്ഞടാ, ഞാൻ നിൽക്കാടാ, നമുക്ക് 2 പേർക്കും കൂടെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എന്നെ ഇവൻ അത് വേണ്ട എന്ന് പറഞ്ഞ് എന്നെ അടുപ്പിക്കത്തില്ല, എന്നെ നിർത്തി ചെയ്യത്തില്ല. പക്ഷേ ഗൾഫിലായിരുന്നപ്പോൾ നമ്മൾ കണ്ടമാനം ചെയ്ത് ഭയങ്കരമായിട്ട് ഗൾഫ് രാജ്യത്തുള്ള എല്ലാവർക്കും എന്നെ അറിയാവുന്നതാണ്. അപ്പോഴും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇവ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എടാ എന്നെ വെച്ച് നീ ഒരു വീഡിയോ ചെയ്യ്, നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കും. സീസൺ 1 മുതൽ ഞാനും സർജും കൂടെ ഇരിക്കും. ഇപ്പം നമുക്ക് ഷോപ്പ് ഉണ്ടായതുകൊണ്ട് സർജു കൂടുതലും ഫോണിലാണ് കാണുന്നത്. കാരണം അവന് വരാൻ പറ്റാത്തതുകൊണ്ട് അവൻ അങ്ങനെ കാണും. പറയുന്നതിൽ കാര്യം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണ്ടേ. കാര്യം എന്ന് വെച്ചാൽ എപ്പിസോഡ് 1.5 മണിക്കൂറിലെല്ലാം ഒന്നും കാണാക്കത്തില്ല. എന്തെല്ലാം സംഭവം നടക്കുന്നു. അപ്പോഴങ്ങനെ ഇവൻ വരുന്ന സമയമാകുമ്പോൾ താമസിക്കും. ഇവൻ അങ്ങനെ വന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിക്കും, ഉമ്മ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് പറയുമ്പോൾ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ പറയും. എന്നാൽ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ പറയാം എന്നാൽ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ആദ്യത്തെ വീഡിയോ ചെയ്തത് നല്ലതായി. 2ാമത്തെ ദിവസം ചെയ്തത് അതിലും മേലെയായി. 3ാമത്തെ ദിവസം ഞാൻ ഒരു പട്ട് സാരിയൊക്കെ എടുത്തു കൊടുത്തിരുന്നു ചെയ്യാൻ തുടങ്ങി. അതാണ് കയറിപ്പോയത്. അത് ഇവൻ പറഞ്ഞിട്ടല്ല, പട്ടുസാരിയൊക്കെ ഞാൻ തന്നെ ഉടുത്തതാണ്. നല്ലൊരു ക്യാപ്ഷൻ ഒരു തുടക്കമൊക്കെ കൊടുത്തു. ലക്ഷ്മി ഓർത്തതും മസ്താനി പിരിച്ചതും. പിന്നെ ലാലേട്ടന്റെ മുമ്പിൽ അവിടെ കണ്ടസ്റ്റന്റ് എല്ലാം ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഒരു നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലേ. അതൊരു വിഷയമായിരുന്നു. അപ്പാനി പോയിട്ട് ഈ മസ്താനി ഭയങ്കര തകർത്ത് നിന്ന ആ ഒരു ടൈമായിരുന്നു. മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് ആ പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു ദേശീയമായിട്ട് നിൽക്കുന്ന സമയം. ആ സമയമാണ് നമ്മൾ ഈ ലക്ഷ്മി പൊരിച്ചതും മസ്താനി വറുത്തതും വരുന്നത്. അപ്പൊ അത്യാവശ്യം അത് ആ വീഡിയോ കാരണമാണ് നമ്മളെല്ലാവരും കാണുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്ത് ഇത്രയും വലിയൊരു മഹാനടന്റെ മുമ്പിൽ പോയി ഓരോ ആൾക്കാരെന്ന ലക്ഷം ജനങ്ങൾ ഒരു ഫോട്ടോ വരെ എടുക്കാൻ ഒരുപാട് ദൂരെ നിന്ന് എടുക്കുന്ന അങ്ങനെയുള്ളൊരു മഹാനടന്റെ അടുത്ത് ചെന്ന് നിന്ന് പിടിച്ചു നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റി. അത് ഭയങ്കരമായ സന്തോഷം. ആ ലാലേട്ടന്റെ സ്നേഹം ചേർത്ത് അടുത്തോട്ട് നിർത്തിയെടുത്ത ആ ലാലേട്ടന്റെ സ്നേഹം, അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം.
പിന്നെ അതിനപ്പുറം ഞാനൊന്നും ഇനി ആഗ്രഹിക്കുന്നില്ല. ഈ പിള്ളേര് കുറച്ചുകൂടി നന്നാവാനുണ്ടെന്നാ ലാലേട്ടനോട് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ നന്നാവാനുള്ളത് ആരാണെന്ന് തോന്നുന്നത്? ഷാനവാസ് കുറച്ച് ഇതായിരുന്നു, അത് ഇപ്പം നന്നായി തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പിള്ളേർ കുറച്ച് നന്നാവാൻ അവരൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആവണം, കയറി വരണം. അവര് ചിലരൊക്കെ കഴിഞ്ഞ എൻ്റെ അടുത്ത് കുറെ പേര് കമന്റ് ഇട്ടൊക്കെ പറയാം, അതിനിടെ നോറയുടെ കാര്യം പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഒരു കുഴപ്പമില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അനീഷ് ആരാധികയാണ്. അനീഷിന് ആരെന്തോ പറഞ്ഞാലും ഉമ്മക്ക് അവരുടെ ഒരു ദേഷ്യം. കാര്യം ഇവര് തുടക്കം മുതലേ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലല്ലോ. ഒന്നാമത്തെ ദിവസം തൊട്ടേ ഉമ്മ അനീഷിനെ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ 40 ദിവസമായിട്ടാണ് റിവ്യൂ തുടങ്ങുന്നത്. ഉമ്മയുടെ ഫേവറേറ്റ് അനീഷ് തന്നെയാണ്. അനീഷ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലുള്ള എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷെ അത് കുറ്റം കണ്ടാൽ ഞാൻ അതുപോലെ പറയുന്ന ആളാണ്. പക്ഷെ അനീഷിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അനീഷ് അനാവശ്യമായിട്ട് ആരെയും ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ കാരണമേ ഉള്ളൂ. എന്നാലും മോശമായ ഒരു വർത്താനം പറയുന്നില്ല. ഞാൻ അനീഷിന് ഓക്കെ അല്ല, എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്. അക്ബറാണ് കാര്യം. അക്ബർ എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്പോർട്സ്മാനാണ്. അപ്പൊ ഞാൻ പ്ലെയറിനെ നോക്കുമ്പോൾ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അക്ബറാണ്. കാര്യം അക്ബറിന് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പണികൾ വരുന്നുണ്ട്, അക്ബർ നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസൊക്കെ ഇഷ്ടമായിരുന്നു, ഷാനവാസൊക്കെ ഇടയ്ക്ക് വെച്ചൊന്ന് താന്ന്, പക്ഷെ ഇപ്പൊ പിന്നെ ഒന്ന് ബെറ്ററായി വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് വേറെ ഒന്നുമല്ല, ഈ എടിപൊടി വിളി അതും ഇതൊക്കെ ഭയങ്കരമായിട്ടായപ്പം പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ഇത് വന്നു. പക്ഷെ അത് ഷാനവാസ് മാത്രമല്ല, പെൺകുട്ടികളും വിളിക്കുന്നുണ്ട് നല്ല ശരിക്കും. അനുമോളായാലും അനുമോളും എല്ലാവരും നല്ല ശരിക്കും മനസ്സാണ്. ഇടയ്ക്ക് അനുമോള് ഒരു അമ്മായി ലൈനാവും, പിന്നെ ഒരു കുട്ടി ലൈനാവും. ആള് പാവമാണ് സത്യത്തില്. പെട്ടെന്ന് കരയും. പെട്ടെന്ന് കരയുമ്പോൾ ഈ സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് നോർമലി നമുക്ക് നാടകം സീരിയൽ എന്നൊക്കെ തോന്നും. ഞാൻ വരാണ്ട് ഇന്നലെ ഇട്ട പ്രൊമോയ്ക്ക് വരെ ഞാൻ കമന്റ് ഇട്ട്, അനുമോള് കരഞ്ഞ് ചീരിപ്പിച്ച് കൊന്നു. അത് കുറെ പേര് അത് നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണുന്നല്ലേ നമ്മൾ പറയുന്നത്, നമ്മുടെ മാത്രം അഭിപ്രായം കേട്ടോ. അതാണ്, അനു നല്ല ഗെയിമറൊക്കെ തന്നെ, പക്ഷെ ആ കരച്ചിൽ ഒട്ടും കൊള്ളത്തില്ല. സാബുമോൻ നല്ല ബെറ്ററായി. ഇപ്പോഴത്തെ ഗെയിം വെച്ച് നോക്കുവാണെങ്കിൽ സാബുമോൻ വാതുറക്കാത്ത സാബുമോൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം വാതുറക്കുന്നുണ്ട്. അത്യാവശ്യം പിടിച്ചു നിന്നില്ലേ പുള്ളി എന്താണ് ചെയ്തത്? അവിടെ ചെന്നിട്ട് ലാലേട്ടാ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫുള്ള് ഇതായി. ഇതുവരെ ഈ എവിക്റ്റായി പോയ ആളുകളുണ്ടല്ലോ, ഔട്ടായി പോയ ആളുകൾ, അത് പോകാതെ ഇരുന്നൂടെ എന്ന് തോന്നിയ ആളുകൾ. അപ്പാനി കുറച്ചുകൂടെ നിൽക്കണമായിരുന്നു. അതേപോലെ മറ്റേ അഭിലാഷ് ജിസേല്. ഉമ്മയ്ക്ക് എങ്ങനെയാ? എനിക്ക് ജിസേല് പോയതിൽ വിഷമമുണ്ട്. ജിസേൽ എന്ന് പറഞ്ഞ ഒരു നല്ല കുട്ടിയായിരുന്നു. അത് ഈ അനീഷിന്റെ കാര്യം പറഞ്ഞതുപോലെ ജിസേലും ആരെയും ഒന്നും പറയത്തില്ല, സ്റ്റാൻഡേർഡായിട്ട് അതിനകത്ത് നിൽക്കുന്നത്. അങ്ങനെ ഒരു മനസ്സിൽ പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. എല്ലാവരും ഇഷ്ടമാണ്, എന്നാലും പ്രത്യേക ഒരു ഇഷ്ടം നമുക്ക് കാണുമല്ലേ, അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ അഭിലാഷ് പോയതിലും വിഷമമുണ്ട്. കാരണം ഞാൻ അഭിലാഷിന് ഒരു വീഡിയോ ചെയ്ത് പുറത്ത് വണ്ടി വന്ന് കിടക്കുന്നു എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്ത് ആ ആഴ്ചയിൽ തന്നെ പോയ അഭിലാഷ് പോയപ്പോ എനിക്ക് വിഷമമായി. പുള്ളി കൊല്ലക്കാരനാണ്. മുന്നേ മെസ്സേജ് നമുക്ക് നല്ല സപ്പോർട്ടായിട്ടുള്ള ആളാണ്. അപ്പൊ വീഡിയോയിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ, നമ്മൾ വീഡിയോയിൽ നോർമൽ റിവ്യൂ ആണ് ചെയ്യുന്നത്, അല്ല ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിയെന്ന് പറയുന്നതല്ല. നമുക്ക് ഈ പ്രേക്ഷകരുടെ കമന്റും എല്ലാം ഞാൻ കാണുന്നുണ്ടല്ലോ, ഈ ഏഷ്യാനെറ്റ് വരുന്നതിലും എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഇഷ്ടം കൂടെ നോക്കും ഞാനിത്. കമന്റ്സ് നോക്കുമ്പോൾ നമുക്കത് നോർമലി ആർക്കായാലും മനസ്സിലാവും. ബ്രോയ്ക്കായാലും കമന്റ് കയറി നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും ആരെയാണ് ഇഷ്ടം, എല്ലാവർക്കും ആരെയാണ് ഈ നെഗറ്റീവായിട്ട് ഈ ആഴ്ച പോകുമെന്ന് പറയുന്നത്. അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇതൊക്കെ പലയിടത്തായിട്ട് കാണുന്ന വെച്ചിട്ടാട്ടോ ഞാൻ ഒരു ഇത് പറയുന്നത്, ഈ ആഴ്ച ഇവർ പോകുമായിരിക്കും. പക്ഷേ ഞാനാണെങ്കിൽ ഇതൊന്നും നോട്ടമില്ല, അങ്ങനെ മെസ്സേജുകൾ അധികം നോട്ടമില്ല. ഞാൻ അതിൽ കാണുന്നത് എന്താണെന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവൻ വരുമ്പം ഇന്ന് ഇന്നതാ സംഭവം, ഇന്നതുപോലെയെന്ന് ഇവൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവൻ പറയുന്നതും കറക്റ്റ് ആയിരിക്കും. ഞാനിവിടെ കണ്ടോണ്ടിരിക്കുമല്ലേ, അപ്പോൾ കണ്ടോണ്ടിരുന്ന ഏതാണ്ട് തീരാറാവുന്നതിന് മുമ്പ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിയും. ഇടയ്ക്ക് ഞാൻ പറയും ഉമ്മ ഇച്ചിരി അക്ബറിനേക്ക് ഒന്ന് പൊക്കി പറയാന്ന് പറയും, പക്ഷെ പൊക്കിയൊന്നും പറയത്തില്ല. അല്ല എനിക്ക് തോന്നുന്ന പോലെ ഞാൻ പറയും. പിന്നെ അക്ബർ നല്ലപോലായിട്ട് നിന്നാൽ നല്ലതെന്ന് ഞാൻ പറയും. പക്ഷെ ചെറിയ കുത്തിത്തിരിപ്പൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, എന്നാലും നല്ല ഗെയിമറുവാ. അങ്ങനെ പിന്നെ ഈ ആളുകളുടെ അടുത്ത് ചെന്നിരുന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. അനീഷിനെ ഇഷ്ടമെന്ന് പറയാൻ അനീഷ് ആരും തെറിയൊന്നും വിളിക്കും, തെറി വിളിക്കുന്നതല്ല, ഒരു തെറി വിളിക്കൂല. പെണ്ണുങ്ങളെ എടി എടിന്നൊക്കെ ഭയങ്കര ഷൗട്ട് ചെയ്തുള്ള പെരുമാറ്റം. പറയുന്ന കാര്യം ഒരു 50 വട്ടം പറയും, അത് കറക്റ്റാ. ഭയങ്കര ഇറിറ്റേറ്റഡ് ആക്കും എന്നുള്ള എനിക്ക് ലൈവ് കാണുമ്പോൾ തന്നെ തോന്നുന്നു, എന്താണ് ഇതിരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് ആരെയും വേദനിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. ആരെയും ഷാനവാസക്കാടുത്താണെങ്കിലും പുള്ളിക്കുള്ളൊരു റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര അടുപ്പമാണ് പുള്ളി. ഈ ഷാനവാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്വന്തം ഉമ്മ ചീത്ത പറയുന്ന പോലെയാണ് തോന്നിയത്. അത് പറഞ്ഞപ്പോ എന്താ തോന്നി? അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് ഷാനവാസ് പുറത്തിറങ്ങുമ്പോൾ എന്നെ കാണാനായിട്ട് വരുമായിരിക്കും. പക്ഷെ അനീഷിനെയാണ് ഇഷ്ടമെന്ന്
പിന്നെ അനീഷിന് അറിയത്തില്ലല്ലോ അതിനകത്ത് നിൽക്കുമ്പോൾ. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വീഡിയോ കാണുമ്പോഴല്ലേ അറിയാൻ പറ്റും. അപ്പം ഒരു പക്ഷേങ്കിൽ അനീഷ് ഒരു മനസാക്ഷിയുള്ള ആളാണെന്ന് വെച്ചാൽ എന്നെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യും. അതുപോലെ ഷാനവാസിനെ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അല്ല, പുറത്തിറങ്ങുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു മനസാക്ഷിയുള്ള ആ ഉമ്മ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടം. അവിടെ പോയിട്ട് അവിടെ പോയിട്ട് അങ്ങനെ അത്രയും പേര് കമന്റ് വന്നിട്ട് ആളുകൾ ഇടുക കൊള്ള അനീഷിന്റെ ആരാധികയെന്നും പറഞ്ഞ് ഇരുന്നിട്ട് അവിടെ പോയിട്ട് അനീഷിനെ വഴക്ക് പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമം. അല്ല, അതങ്ങനെ അവിടെ ചെന്നിട്ട് PR അറിയത്തില്ലെന്ന് പറഞ്ഞ ഒരു അധ്യാപകനായിട്ട് PR അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മണ്ടരായിരിക്കണം. അത്ര മന്ദബുദ്ധിയൊന്നും അല്ലല്ലോ ഞാൻ. അങ്ങനെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അനീഷിന് അറിയത്തില്ലായിരിക്കും എന്ന് പറയാൻ, അല്ലെങ്കിൽ അത്രത്തോളം ഒന്നും അറിയാം. ഗ്രാമപ്രദേശത്തുള്ളതാണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഞാൻ അങ്ങനെ പറയണ്ടേ. പിന്നെ അതുമല്ല, അനീഷിനെ ഇഷ്ടമാണെന്ന് അത്രയും കൊച്ചുങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷെ ഒരാളിനൊരു പ്രത്യേക, ഒരാളുടെ അടുത്ത് ഒരു പ്രത്യേക ഇഷ്ടം കാണും. ഷാനവാസൊക്കെ വഴക്ക് പറഞ്ഞതിന്റെ അന്ന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. കാര്യം ഓരോരുത്തർ ഈ യൂട്യൂബിൽ ട്രോളൊക്കെ ഇട്ടിട്ട് മറ്റേ പാപ്പി അപ്പച്ചയിൽ പൈസ കൊടുത്തിട്ട് വോട്ട് ചെയ്യാൻ കയറ്റി നടക്ക് നിങ്ങൾ ആരാ പറയാ ഇവരെ ലാലേട്ടൻ കൊണ്ടുവന്നതാണ്. ഏതാ ലാലേട്ടൻ എന്തുവാ പൈസ കൊടുത്ത് ലാലേട്ടനെ ഏഷ്യാനെറ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് തള്ള ഇറക്കിയതാന്നൊക്കെയാ പറഞ്ഞത്. അല്ല, കമന്റുകൾ വന്ന അപ്പം ഒരു സൈഡിൽ ഇൻസ്റ്റാ ഫേസ്ബുക്ക് മൊത്തം പോസിറ്റീവ്, യൂട്യൂബിൽ ഒരു സൈഡിൽ നെഗറ്റീവ്. അപ്പം അന്നത്തെ ദിവസത്തെ നമ്മളെ വീഡിയോ ഞാൻ ഉമ്മയോട് പറയുന്നത്, ഉമ്മ എന്നാലും ഷാനവാസിന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ മോശമായി പോയി. അപ്പൊ ഉമ്മ പറയും ഇത് ഞാനൊരു ക്ലൂ കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെയാണ് നോമിനേഷനിൽ ഷാനവാസ് പറയുന്നത് ഉമ്മ എനിക്കൊരു സൂചന തന്നതാണ് എൻ്റെ ഉമ്മ എന്ന് പറയുന്ന കണക്കരുത്. അപ്പം നമുക്ക് സമാധാനമായി. അപ്പോഴേ ഞാൻ ആ വീഡിയോ റെഡിയാക്കി അങ്ങ് കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ഫാൻസുകാരെല്ലാം വന്നിട്ട് സോറി കേട്ടോ നമ്മൾ വേറെ അല്ല വിചാരിച്ച്. ഫാൻസുകാർ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. ഫാൻസുകാർ അവരുടെ ഇപ്പം അവരാരാധിക്കുന്നവരെ പൊക്കി പിടിക്കാൻ നോക്കും. അതിപ്പം നമ്മൾ പറയുന്നത് എന്ത് നെഗറ്റീവ് ഉണ്ട് എന്ത് പോസിറ്റീവ് ഉണ്ടെന്ന് നോക്കിയിട്ട്. പക്ഷെ നമ്മളതൊന്നും ചിന്തിച്ചിട്ടല്ല. നമുക്ക് അതിൻ്റെ അകത്ത് നിൽക്കുന്ന എല്ലാവരും ഒരുപോലെ. എനിക്ക് ഓരോ ദിവസവും ഓരോ ആഴ്ചയിലാണ് ഓരോരുത്തർക്ക് ഇഷ്ടം വരുന്നതും പോകുന്നതും. കാര്യം ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചല്ലേ, ഗെയിമല്ലേ. ഇപ്പോൾ ഈ ഫോൺ കോളിൻ്റെയൊക്കെ ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും ഫോൺ വെപ്പിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നു ഭയങ്കരമായിട്ട് പറയുമ്പോൾ നമുക്ക് തോന്നും ഇവൻ്റെ ഉള്ളിൽ ഇത്രയില്ലെന്ന്. അതുപോലെ ഗെയിം കാണുമ്പോൾ തോന്നുന്നുള്ളൂ. അല്ലാതെ ആരടുത്തും വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. നമുക്കാരും അറിയത്തില്ലല്ലോ നമ്മളെന്തിനാ പ്രശ്നം വയ്ക്കുന്നത്. ഷാനവാസിനെ സംബന്ധിച്ചാണെങ്കിൽ ഷാനവാസ് ഒരു കുടുംബം നോക്കി വന്ന ഒരാളാണ് ആ കുടുംബത്തെ. അപ്പം അതിനുള്ളിലെ പെൺപിള്ളേരെ എന്തെങ്കിലും പറയുന്നെങ്കിൽ സഹോദരിമാരെ പറയുന്നത് പോലെ ആണ് വഴക്ക് പറയുന്നത്. കാരണം ഒരു കുടുംബം നോക്കി ആ കുടുംബത്തിൻ്റെ ചുമതല ഏറ്റ് ജീവിച്ച് വന്ന ഒരാളാവുമ്പോഴത്തേക്ക് പിന്നെ ഷാനവാസിനും എന്തെങ്കിലും ആയാൽ സന്തോഷമേ എനിക്കുള്ളൂ. കാരണം ഒരു കുടുംബം നോക്കി വരുന്ന ആളായതുകൊണ്ട്. പിന്നെ നല്ലതുപോലെ കളിക്കുന്നത് ആരാന്ന് വെച്ചാൽ അവരായിരിക്കണം കപ്പ് കൊണ്ടുവന്നത്. ഈ ഉമ്മയുടെ അഭിപ്രായത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ PR ഉള്ളത് ആർക്കാണെന്നാണ് തോന്നുന്നത്? അനുവിനായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആയിരിക്കും. എന്റെ അഭിപ്രായത്തിൽ അനുമോക്കായിരിക്കും ഏറ്റവും കൂടുതൽ PR തോന്നുന്നു. ഇപ്പം നമ്മളിപ്പോൾ കമന്റ് ബോക്സ് ഞാൻ എല്ലാവരെയും പറ്റിയും കമന്റ് ഇടാറുണ്ട്. അനുമോളെ കുറിച്ച് ഇടുമ്പോൾ തന്നെ കുറേ പേര് വന്നിട്ട് നമ്മുടെ അടുത്ത് തിരിച്ച് സംസാരിക്കും. ഇന്ന് രാവിലെ തന്നെ ഇന്നലെ ഇട്ട കമന്റിന് ഇവൻ രാവിലെ വന്നിട്ട് പറഞ്ഞു അനുമോളുടെ ആൾക്കാർ വന്നിട്ട് അതിൽ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എല്ലാം പ്രൊഫൈൽ പിക്ചറോ ഇതോ ഇല്ലാത്ത ഫേക്ക് ഐഡിയകളായിരിക്കും. അപ്പോഴാണ് നമുക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ തന്നെ അക്കൗണ്ടുകളായിരിക്കും. ഈ ഒന്നും ഇല്ലാതെ 10 പൈസയും PR കൊടുക്കാതെ അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഈ PR കൊടുത്ത് ജയിക്കുന്നതിനേക്കാളും കളിച്ച് ജയിക്കുന്ന ഒരാൾ ജയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനെ വേണമല്ലോ. അപ്പോൾ PR-ന് പൈസ ഇല്ലാത്തവർ നല്ലതുപോലെ കളിക്കുന്ന ഒരാളാണെങ്കിൽ അവർ തോറ്റു പോകാൻ ഒരിക്കലും ഒരാളിപ്പം PR ഇത്ര കൊടുത്തെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നവരെല്ലാം അവർ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നുമില്ല. അതേതാഴ്ചയിൽ ആ രീതി കണ്ടിട്ടാവണം ഒരാളുകൾ കയറി മേലോട്ട് പോകാൻ. ഈ ഷാനവാസ് എല്ലാ ഗെയിം ഇങ്ങനെ കൊളവാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് അന്നത്തെ നല്ലൊരു ടാസ്ക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോണ്ടിരുന്ന ഇവൻ കടയില്ല. കണ്ടോണ്ടിരുന്നപ്പം തന്നെ ഞാനാണെങ്കിൽ അത് ഭയങ്കര ത്രില്ലില് ഞാൻ കണ്ടോണ്ടിരിക്കും. അവരുടെ ആ ഗെയിം ഞാനത് ഭയങ്കര ഇതായിട്ട് ഹാപ്പിയായിട്ട് കണ്ടോണ്ടിരിക്കുക. ആ ഓരോരുത്തരെ വിളിക്കുന്നതും ആ ആര്യനൊക്കെ ആണെങ്കിൽ ആളുകൾ കാണാതെ അവിടെ തന്നെ നിന്നിട്ട് കഴിക്കുന്നതും എടുക്കുന്നതും എല്ലാ ബിഗ് ബോസിന്റെ നിർദ്ദേശം അനുസരിച്ച് ഓരോന്ന് എടുക്കുകയും ചെയ്യുന്നത്. അപ്പോഴേക്കും വന്നിട്ട് ലാസ്റ്റിൽ ആ ടാസ്ക് കൊടുത്തപ്പോൾ പക്ഷേ ഷാനവാസിന് എനിക്ക് തോന്നുന്നു അത് മനസ്സിലാവാത്തതുകൊണ്ട് പറ്റിയതാവണം, അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് അന്ന് അങ്ങനെയല്ല തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അത് കുളമാക്കിയെന്ന് തന്നെ എന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറഞ്ഞത്. എന്ത് മനസ്സിലായില്ലെങ്കിലും മദർ പ്രോമിസ് എന്ന് പറഞ്ഞ ഒരാളെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് അത് ഏറ്റെടുക്കണം. കാര്യം എന്ന് വെച്ചാൽ പിന്നെ എന്ത് സംഭവിച്ചാലും പറയില്ല, നീ നിന്റെ അമ്മയെ പിടിച്ച് സത്യം ഇട്ടിട്ടില്ലടാ ഞാൻ പറഞ്ഞ ലാലേട്ടൻ്റെ മുമ്പിലായാലും പറയാം. കാര്യം പുള്ളി അത് ഏറ്റെടുത്തില്ല. പുള്ളി ഏറ്റെടുക്കാത്തല്ല രസം, എല്ലായിടത്തും പോയി പറഞ്ഞതാണ്. ഇതിലെല്ലാം നടന്നു പറയുന്നുണ്ട് ഇവിടെ ടാസ്ക് എടുക്കുന്നുണ്ടെന്നുള്ളത്. ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആര്യനാണോ? ആര്യൻ 2 ആഴ്ചയിൽ കളിച്ചു. ഇപ്പം
ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് നല്ലപോലെ കളിക്കുന്നുണ്ട്, അനു നല്ലപോലെ കളിക്കുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസത്തേതൊക്കെ ആണെങ്കിൽ അവരൊക്കെയാണ് നല്ലതുപോലെ. പിന്നെ അതിൻ്റെ ഇടയിൽ അക്ബറും നന്നായിട്ട് കളിച്ചതാണ്. പക്ഷേ അക്ബറിൻ്റെത് ആരോ മോട്ടിച്ചോണ്ട് പോയി. അത് ആദില ആണെന്ന് തോന്നുന്നു. അങ്ങനെ. പിന്നെ ഈ ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിന് എങ്ങനെയാണ് കാണുന്നത്? കൂട്ടുകെട്ടില്ലാതെ രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അനീഷിന്റെ കൂട്ടുകെട്ട് എന്താ ഷാനവാസൊക്കെ ഇടയ്ക്ക് കൂട്ടുകൂടും, ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇടന്ന് ചവിട്ടിയും ഇടയ്ക്ക് കൂട്ടുകൂടും. അല്ല, ഇക്കായ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അനീഷേട്ടന് ഒരു കൂടുതൽ കൂട്ടുകാരില്ലാതെ നിന്നാലും പുള്ളി പുള്ളിയുടെ ഒരു ലെവലിലൊക്കെ നിൽക്കും. ഈ കളിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് എല്ലാവരും കൂടെ പുള്ളിയെ വളഞ്ഞിട്ട് ആക്രമിച്ച തന്നെ ഷാനവാസൊക്കെ കൂടെ വന്ന് കൂട്ടുകൂടിയതിന് ശേഷമാണ്. അല്ലാതെ ഒറ്റയ്ക്ക് പുള്ളി പിടിക്കാൻ പോകില്ല. ഒറ്റയ്ക്കാണെങ്കിൽ പുള്ളി എല്ലാവരും ഒരേപോലെ തന്നെ നിൽക്കുന്നത്. ഷാനവാസക്കായിട്ട് അടുപ്പമായതിനു ശേഷം ഓരോരുത്തർ പറഞ്ഞ് നിങ്ങൾക്കുണ്ട് ഗ്രൂപ്പ് അത് ഇതെന്ന് പറഞ്ഞ് പുള്ളിയും കൂടെ ഒറ്റപ്പെടുത്താൻ നോക്കും. അതേപോലെ ഈ അനിമോളെയും പ്ലാച്ചിനെയും എങ്ങനെയാണ് കാണുന്നത്? പ്ലാച്ചിയുടെ സംഭവമൊക്കെ ഇല്ല, രജിസാറൊക്കെ ഉള്ള ആ സമയത്തുള്ള സീസണിലൊക്കെ പുള്ളിയൊക്കെ കൊണ്ടുവന്നത്. അതിനുശേഷം ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടില്ലേ പാവയുടെയൊക്കെ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് പാവയും കൊണ്ട് നടക്കുന്ന. പിന്നെ ഇഷ്ടമായിരിക്കും. എന്നാലും എനിക്കറിയാം വീട്ടിലും ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ആണെങ്കിൽ ഈ പ്ലാച്ചിയെ കൊണ്ടുപോകും. അല്ല, അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. എടുത്തത് പുറത്ത് കളഞ്ഞപ്പോഴത്തേക്ക് അത് പോട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അല്ല, അതൊരു എടുത്ത് കളഞ്ഞ അത് അവര് തമ്മിൽ നല്ല അടുപ്പമാണ്. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഇനി ഈ പ്ലാച്ചി അങ്ങനെ തിരിച്ചു കൊണ്ട് കൊടുക്കുമായിരിക്കും. ഞാനതവിടെ സർജുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇനി പ്ലാച്ചിയെ കൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്തോ. പൊടിക്കുഞ്ഞല്ലല്ലോ. അല്ല, നമ്മുടെ റീൽസിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം പ്ലാച്ചിയെ കൊണ്ടുവന്നല്ലോ, മറ്റേ പിന്നെ തിരിച്ചു കൊടുത്തല്ലോ. ഷിയാസ് കരീം എടുത്ത് എറിഞ്ഞതിന് ശേഷം തിരിച്ചു കൊടുത്ത് മറ്റേ സ്പൈക്കുട്ടനെ കണ്ടുകൊണ്ട് കൊടുത്തു റോബോ. ഈ സാബുമോൻ പൊതുവെ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവമാണല്ലോ ഹൗസിലുള്ളത്. സാബുമോൻ പുറത്തു പോകണം എന്നാണോ, എങ്ങനെയാ തോന്നുന്നത്? അല്ല, ഇപ്പൊ പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് സാബുമോന്, നെവിന് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലക്ഷ്മി അങ്ങനെ ആയിരിക്കും പോയി വരുന്നത്. പക്ഷേ സാബുമോൻ ഇപ്പൊ പോകില്ലെന്ന് തോന്നുന്നു, ക്യാപ്റ്റനില് ഈ ആഴ്ച ഇച്ചിരി നിൽക്കുമെന്ന് തോന്നുന്നു. നെവിൻ അടിപൊളിയാണ്, എന്റർടൈനറാണ്, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെവിന്റെ രീതികളൊക്കെ. പക്ഷേ ഓവർ ആവുന്നു ഇപ്പൊ ലാസ്റ്റ് ആയപ്പോ. അടിപൊളിയാണ് കോമഡി. പക്ഷെ പുള്ളി ഇപ്പൊ ലാസ്റ്റ് ആയപ്പം കുറച്ച് പുറത്ത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് കോമഡി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബാക്കി എല്ലാവർക്കും പ്രേക്ഷകർ നെഗറ്റീവ് ആക്കും ചിലര്. കാര്യം കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് വന്നിട്ട് പറയുന്നുണ്ട് നെവിൻ ഓവർ ആവുന്നുണ്ട്, അത് വോട്ടിൽ ബാധിക്കും. അങ്ങനെയാണ് പോകുന്നത്. കാര്യം ഇനിയുള്ള ടൈം മാക്സിമം നോക്കി എന്നാലേ അവർക്ക് നല്ല കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇനി ആര് പോകും, ഫൈനൽ 5-ലെങ്കിലും കയറിയാലും പണപ്പെട്ടിയെങ്കിലും എടുത്തോണ്ട് പോവാം. അതുപോലെ ലക്ഷ്മിയുടെ കാര്യം എങ്ങനെയാ, ഹൗസിൽ നിൽക്കണം തോന്നുന്നുണ്ടോ? ലക്ഷ്മി അന്നൊരു ഫയർ ആയിരുന്നു വന്നപ്പോഴേ. വന്നപ്പോ ഒരു ഫയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ ഈ ആദില നൂറയ്ക്കെതിരെ പുറത്ത് ഭയങ്കര ഹെയ്റ്റ് വരുന്നുണ്ട്, അത് ശരിയാണോ? അവരുടെ ജീവിതം അവരുടെ ഇഷ്ടം. ഒരാൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള അവരുടെ ഇഷ്ടമല്ലേ. അപ്പൊ അവരുടെ ജീവിതം ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വീട്ടുകാരുടെ സങ്കടം നോക്കുകയും നമ്മുടെ പെങ്ങളോ ആണെങ്കിൽ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ അവരങ്ങനെ ജീവിക്കത്തുള്ളെങ്കിൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? ഇപ്പൊ മരിച്ചു പോകും, ഓരോരുത്തർ കയറി ഇപ്പൊ മരിക്കുന്നില്ല, സൂയിസൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് മരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ അവരുടെ ഇഷ്ടത്തിന് അവരെ ജീവിക്കാൻ വിടുന്നത്. അവർക്ക് അധികം ഒരു വിഷമവും ഇല്ല, നല്ലപോലെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, അവര് കളിക്കുന്നതൊക്കെ നല്ല. അതില് അത്രത്തോളം നല്ലതല്ല. അവിടെ ഉള്ള എല്ലാരെയും ഇട്ട് ഒരുമാതിരി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ നൂറ വലിയ കുഴപ്പമില്ല. നൂറ കളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സുന്ദരിയുടെ കാര്യമല്ല, നൂറ ഇച്ചിരി കുറച്ച് നല്ലതുപോലെ പെരുമാറുന്നത്. പക്ഷെ ആദില വളരെ മോശമായിട്ടും ആൺകുട്ടികളോടൊക്കെ പെരുമാറുന്നുണ്ട്. ആൺകുട്ടി പെൺപുലി എന്തൊരു പുലിയായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഈ ഇപ്പോൾ ഫസ്റ്റ് സീസൺ മുതൽ കാണുന്നുണ്ട്. അപ്പോൾ 7ാമത്തെ സീസൺ വരെയുള്ള ഏറ്റവും മികച്ച സീസൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? അതവർക്ക് ഇപ്പൊ മാരാറല്ലേ പറയത്തുള്ളൂ. ജില്ലയിലും മാരാറ. അത് ഉറപ്പായിട്ടും ഇഷ്ടമുള്ള പറഞ്ഞു. ഡോക്ടർ റോബിന്, മാരാറ, ജിത് കുമാർ അവരെല്ലാരും കൂടെ ഉള്ള സീസൺ ആയിരുന്നു. പല സീസണിലായിരുന്നു. പിന്നെ മാരാരും ഇതുപോലെ പുറത്തുനിന്ന് വന്ന ഒരാളല്ല. ഒരു വൺമാൻ ഷോ കണക്കായിരുന്നു. പുള്ളിയെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ആരും അതിന്റെ തൊള്ളായിട്ട് എനിക്ക് തോന്നിയ കാര്യം. പുള്ളി മൊത്തം അങ്ങ് പിടിച്ച് ഇതാക്കി. ആദ്യം പോലെ ഒരു 60 ദിവസമൊക്കെ ആകുമ്പോഴേ എല്ലാവർക്കും അറിയാം മാരരെ ജയിക്കത്തുള്ളൂ, മാരരെ കപ്പടിക്കത്തുള്ളൂ. ഇപ്പൊ ഈ അനീഷിനൊക്കെ കപ്പ് കിട്ടുമെന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഡൗട്ടാണ്. ആര് വേണേലും കയറാം. ജാനാസ് കാക്കോട്ടുണ്ട്, അക്ബറിനോട്ടുണ്ട്, ആദിലനൂറ ഇതാണ്, അനുമോക്ക് നല്ല ഫാൻസ് ഉണ്ട്. ആരാന്നൊന്നും പറയാക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ആയാലും ജിൻഡോ, അതേപോലെ അർജുൻ സൂപ്പർ ആയിരുന്നു. എനിക്ക് ഭയങ്കര അർജുനായിരുന്നു ഇഷ്ടം. എനിക്കിപ്പം അർജുൻ ജയിക്കണമെന്നായിരുന്നു അന്നത്തെ ഇഷ്ടം. പക്ഷെ അതിലും പ്രേക്ഷകരിൽ ഈ സാധാരണക്കാര്, വീട്ടമ്മമാര്, പ്രായമുള്ളവരെല്ലാം കൂടെ വോട്ട് ചെയ്യുന്ന ആളെ ജയിക്കും. ഈ അക്ബർ പഠിക്കുന്നതാണ് മൊത്തത്തിലുള്ളൊരു സംസാരം, അങ്ങനെ തോന്നുന്നുണ്ടോ?
അത് ചാൻസ് കുറവാണ്. ഞാൻ അക്ബർ ഫാനാണ്. പക്ഷെ എന്നാലും അക്ബർ കപ്പടിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഫൈനൽ 2 വരുന്നത് ഷാനവാസ് കൈ അനീഷും ആയിരിക്കും എന്നാ തോന്നുന്നു. ഫ്രണ്ട്സിന്റെ മാത്രമല്ല, അവർ രണ്ടുപേരും വരാനാണ് ചാൻസ്. കാര്യം അവർ രണ്ടുപേരും ഇപ്പം രണ്ടുപേരും നല്ലതുപോലെ പോകുന്നുണ്ട്. കാര്യം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഭയങ്കര നെഗറ്റീവായ ആരെങ്കിലും പോകും. പിന്നെ പണപ്പെട്ടി എടുത്തോണ്ട് ഇനി മൈൻഡ് മാറി ആരെങ്കിലും പോകുന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഈ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സീസൺ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? മറ്റ് സീസണുകളെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ സീസൺ വളരെ ഷോക്കായിരുന്നു. തുടക്കത്തില് അങ്ങനല്ല. കാര്യം ഇവർക്ക് ആദ്യം മുതൽ കൊടുത്ത് ഏതാണ്ട് 10, 11, 12 ടാസ്ക് ഇവർ കുളമാക്കി. കാര്യം കൊടുക്കുന്ന എല്ലാ ചെറുതും വലുതും സ്പോൺസർ ആയിട്ടുള്ളതും എല്ലാ ടാസ്കും കുളമാകുമായിരുന്നു. കാര്യം ഒന്നും നടക്കുന്നില്ലായിരുന്നു. മുൻ സീസണുകളിലൊക്കെ എന്ന് വെച്ചാൽ ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ആവും. അടിയായാലും പിടിയായാലും എന്തെങ്കിലുമൊക്കെ കാണുന്ന ടാസ്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ചിലതൊക്കെ ഉള്ള റദ്ദാക്കല്. ഇത് മൊത്തം കുറച്ച് കഴിയുമ്പോൾ ടാസ്ക് ഞാൻ റദ്ദാക്കിയിരിക്കുന്നു. ബിഗ് ബോസ് വിളിച്ച് പറയും. പ്രശ്നങ്ങൾ ഭയങ്കരമായിരുന്നു. മറ്റതെല്ലാം കളിച്ച് ജയിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ സീസണിലും. പിന്നെ ഇനി ആർക്കും ഭയങ്കര ഇടിക്കാനുള്ള മൈൻഡൊന്നും ഇല്ല. എല്ലാരും വാവുണ്ടുള്ള അറ്റാക്കേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ബിഗ് ബോസിനെതിരെയുള്ള പ്രധാന ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പുറത്തുനിന്നുള്ള ഇത് കാണാത്തവരുടെ ഒരു വിമർശനം. ആ വിമർശനം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ മറ്റുള്ളവർ ഒളിഞ്ഞു നോക്കുക, അതിൽ എന്റർടൈൻമെന്റ് കണ്ടെത്തുക ഒക്കെയാണ് ബിഗ് ബോസിനെതിരെയുള്ള വിമർശനം. പക്ഷേ ഇത് അറിഞ്ഞിട്ട് തന്നെയല്ലേ മത്സരാർത്ഥികൾ പോകുന്നത്. അതെ, ഈ കാര്യം ആരെങ്കിലും ഇപ്പൊ ബിഗ് ബോസിൽ അവസരം തരാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയും. എല്ലാവർക്കും ഇതിൽ പോകണമെന്നല്ല താല്പര്യമുള്ളത്. താല്പര്യം ഇല്ലാത്തവരാണ് ഇത് പറയുന്നത്. ഇത് കാണാൻ പോലും താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതൊരു പക്ഷെ അങ്ങനെ പോകും. പക്ഷെ താല്പര്യമുള്ളവരാണ് ഹൈ, കൂടുതലും താല്പര്യമുള്ളവരാണ്. അപ്പൊ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. അവരുടെ വിമർശനം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ തോന്നുന്നില്ല. അത് നമുക്ക് ഇഷ്ടമായത് കൊണ്ടാണല്ലേ നമ്മൾ മെനക്കെട്ട് കുത്തിയിരുന്ന് ഈ ഒരു ഒന്നാമത്തെ ഇത് തുടങ്ങിയ കാലം മുതൽ നമ്മളിരുന്ന് ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ 7ാമത്തെ സീസണായി. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ, അപ്പം നമ്മളെ കണക്ക് ഇഷ്ടപ്പെടുന്നത് 100ൽ 90% ആൾക്കാർ കാണും. അതിൽ 10% ആൾക്കാരേ ഉള്ളൂ ഇത് കാണാത്ത. പിന്നെ ഞാൻ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് കാണാത്ത കുറേ ആൾക്കാർ അത് കണ്ടു തുടങ്ങി. ഇതിൽ ഈ ഉമ്മ ചെയ്യുന്നതിൽ ഇത് എന്താ ഇത് ഇത്രത്തോനെ ഉള്ളതെന്ന് വിചാരിച്ച് ഒരുപാട് പേര് എന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും പറയുന്നവരുണ്ട്. ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുക എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് എന്താണ് ഈ കാര്യം? കമന്റ് ബോക്സിൽ ഇടുന്നു, ഞാൻ ബിഗ് ബോസ് കാണത്തില്ല, താത്ത പറഞ്ഞിട്ട് എല്ലാം അറിയുന്നുണ്ടെന്ന് പറയും. എന്നിട്ട് ഓരോരുത്തരുടെ പേരും എല്ലാവർക്കും അറിയാം, ഷോ നേരിട്ട് കാണാത്തവർക്കും. കാര്യം നമ്മളെ ഡെയിലി റിവ്യൂ ഇട്ടോണ്ടിരിക്കുമല്ലോ ഓരോരുത്തരുടെ കാര്യം. അപ്പൊ അവര് ചോദിക്കും പിന്നി പോയോ, മുന്നിൽ പോയോ എന്നിങ്ങനെ ഓരോരുത്തരുടെ കാര്യം കമന്റ് ചെയ്തിട്ട് ചോദിക്കാം. അപ്പം ഈ ഔട്ട് ആവുന്നത് കാണിക്കുമല്ലോ. ഇത് മൊത്തം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ബിഗ് ബോസ് ഷോ കാരണം, ഈ ഷോ നടത്തിയത് കാരണം ഒരുപാട് പേര് ഫിലിമിലായാലും എല്ലാം വലിയ വലിയ നിലയിലെത്തി ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ഷോ കൊണ്ട്. കഴിഞ്ഞ 6 സീസണിൽ എത്ര പേരാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അപ്പൊ ഈ ഒരു ഷോ ഉണ്ടായത് കൊണ്ടല്ലേ ഈ ആൾക്കാരെല്ലാം ലോകര് മൊത്തം അറിഞ്ഞു പോയത്. അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോഴത്തേക്ക് അതൊരു വലിയ കാര്യമാണ് ഇല്ലേ? ഇപ്പം അതൊരു വലിയ കാര്യമാണ്. നമുക്ക് ആർക്കെങ്കിലും ചെന്ന് ഇപ്പം എന്നെ തന്നെ ലോകരറിഞ്ഞ ഈ ഒരു ഷോ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്നെ ആരറിയും? ഈ ഗ്രാമപ്രദേശത്ത് ഇവിടെ താമസിക്കുന്ന എന്നെ ആരറിയും? ആരും അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ പണ്ട് ഇത് വീഡിയോ ചെയ്തത് കൊണ്ട് നമ്മളെ കുറേ ആൾക്കാർക്ക് അറിയാം. ഇതുപോലെ ഒരു ഇത് കിട്ടും. പിന്നെ ടിക്ടോക്കിൽ ഫേം ആയിരുന്നു. എന്നിട്ട് വന്നിട്ട് നമ്മൾ റീൽസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം ഇല്ലായിരുന്നു. ഇടയ്ക്കൊരു വീഡിയോ കത്തും, പിന്നെ ഒക്കെ നോർമൽ ഒരു സെറ്റപ്പിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതലും എല്ലാവരും അറിയാത്തവർ വരെ അറിഞ്ഞു തുടങ്ങിയത്. കാര്യം പുറത്തെ നാടുകളിൽ നിൽക്കുന്നവർ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇത് പറയുന്നത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു. ഉമ്മായ ഇഷ്ടമെന്ന് പറയുന്നത്, ഉമ്മാക്ക് സാരി മേടിച്ചു കൊടുക്കുന്നു, അടുപ്പം മൈലാഞ്ചി ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അവരത്തിൽ വിളിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ വന്നിരിക്കുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ബിഗ് ബോസിലൂടെയാണ്. ഈ രാരേട്ടൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ ആളുകൾ ചോദിച്ചിരുന്നു ഇന്റർവ്യൂവിന് വരട്ടെ നീ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. അപ്പൊ അപ്പോഴെല്ലാം നമ്മൾ വീഡിയോ തന്നെ ഇട്ട് പറഞ്ഞു ആരും ഇന്റർവ്യൂവിന് ഇങ്ങോട്ട് വരണം, നമ്മളുടെ അത്രയുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെ ലാലേട്ടനെ കാണാൻ പോയപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളാണെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് പോയല്ലോ, അപ്പൊ പോയ വിശേഷമൊക്കെ പറയാമല്ലോ. ആ ഒരു ഇതാണ് പിന്നെ വരാൻ പറഞ്ഞത്. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. എന്നാലും നമുക്ക് വലിയ വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ലാലേട്ടനെ കണ്ടതിൻ്റെ ആ ഇതുകൊണ്ട് ഒരു ആശംസ അറിയിക്കാൻ പറ്റിയില്ല. അവാർഡ് കിട്ടിയേണ്ടത് അവനും പറയാൻ പറ്റിയില്ല. എനിക്കത് പറയണമെന്ന് വിചാരിച്ച് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല പോയത്. അവിടെ ചെന്ന് കാണുമ്പോഴത്തേക്കും മുഖതാവിൽ ആശംസ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് പറയാൻ മറന്നുപോയി, പറയാൻ പറ്റിയില്ല. നമുക്ക് പോയില്ല. നമ്മൾ അത്രയ്ക്ക് ലാലേട്ടൻ്റെ അടുത്ത് ഇത്ര ക്ലോസ് ആയിട്ട് കൊണ്ടുപോയി നിർത്തുമെന്ന് സത്യമായിട്ടും വിചാരിച്ചില്ല. ഇവരാരും പറഞ്ഞതുമില്ല. ഈ രാവിലെ ടിക്കറ്റ് വരുന്നു, വൈകിട്ട് ഞങ്ങൾ ഇവിടുന്ന് കയറുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. പോയിട്ട് അവിടെ ചെന്നിട്ട് ഈ ഷോയ്ക്ക് കയറുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ലാലേട്ടൻ ചോദിക്കുമായിരിക്കും. ചോദിക്കുന്നതിന് മാത്രം മറുപടി കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. കാര്യം അതായിരിക്കും ലാലേട്ടൻ ഇഷ്ടം, എന്നാലേ പിന്നെ ചോദിക്കും.
അപ്പം ചോദിക്കുന്നതിനെല്ലാം നമ്മൾ മറുപടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആശംസ അറിയിക്കാൻ ഒരു സമയം കിട്ടി. പക്ഷേ ഈ ക്യാരവാനി പിടിച്ച് കയറ്റുന്നതിന് നമ്മൾ പോയില്ല. പെട്ടെന്ന് പിടിച്ചിട്ട് നമുക്കങ്ങ് പറയല് പോയി. കാര്യം ആ ഉള്ള സെക്കൻഡ് പറയാനുള്ളത് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ എങ്ങനെയും പറഞ്ഞ് നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊടുത്തിച്ച പ്രേക്ഷകർക്കും ഒരു ഹായ് പറയണേന്ന് അതെങ്ങനെയല്ലോ പറഞ്ഞു, വേറെ ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ അത് മാത്രം പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാകും വരെ ചെന്നിട്ട്. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രവർത്തകരും ബിഗ് ബോസിൻ്റെ ആയാലും എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു. നമ്മളിവിടെ നിന്ന് പ്രതീക്ഷിച്ചൊന്നും അല്ല പോയത്. ഞാൻ സത്യത്തിൽ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഡയറക്ടറായാലും ഏഷ്യാനെറ്റിനെ പോലുള്ളൊരു ചാനലാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും അത്ര ഒരു ഇത് പ്രതീക്ഷിക്കുന്നില്ല. കിഷൻ സാറൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ വിളിച്ച് കുറേ നേരം ചാനൽ റൂമിൻ്റെ അകത്തുകൊണ്ട് ഇരുത്തി പുള്ളിയുടെ അടുത്ത് ഇരുത്തിയിട്ട് കുറേ നേരം വീഡിയോ പുള്ളി എല്ലാ വീഡിയോയും കാണുന്ന കമൻറ്റ് ഇടുന്നുണ്ട്, ഇതിൻ്റെ മെയിൻ ആള്. എന്നിട്ട് അതേപോലെ ഡിജിറ്റലിൻ്റെ ഹെഡ് രാജേഷ് ചേട്ടൻ്റെ കൂടെ അവസാനം നടക്കുക എനിക്കറിയത്തില്ല. പിന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് സംസാരിച്ച് വന്നപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ഡിജിറ്റലിൻ്റെ ഹെഡാണ് രാജേഷ്. അദ്ദേഹമൊക്കെ എന്തൊരു നല്ലതായിട്ട് നമ്മളടുത്ത് എന്തൊരു നല്ല സ്വീകരണമായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരും ഒക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇതെല്ലാം നമുക്ക് ഇതെല്ലാം ഉണ്ടായത് ബിഗ് ബോസ് ഷോ കാണുന്നത് കൊണ്ടും ഇതെല്ലാം ഒരുക്കിയത് നമുക്ക് ആ ഒരു അവസരം തന്നു. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും നല്ലപോലെ ഡീൽ ചെയ്തു നമ്മളെ. കാര്യം എയർപോർട്ടിൽ ഇറങ്ങിയാലും എല്ലാം വിളിക്കുവാണ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നും അവർ ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ കയറിയോ, കഴിച്ചോ, എടുത്തോ, ക്യാൻറ്റീനിൽ വരൂ, കഴിക്കൂ, എന്നിട്ട് നമുക്കൊരു കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിക്കാം, ചാനൽ റൂമിൽ വരൂ, സാറിനെ കാണൂ, ലാലേട്ടനെ കാണാം, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഇങ്ങനെ എല്ലാം നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകണമെന്ന് താല്പര്യമുണ്ടോ? ഇങ്ങനെ ആഗ്രഹമുണ്ടോ? എനിക്കുണ്ടായിരുന്നു അവിടെ പോയി കണ്ടസ്റ്റന്റിനൊക്കെ ഒന്ന് കാണാനുണ്ടായിരുന്നു. ഞാൻ ഇവന്റെ കാണാൻ പോകാൻ താല്പര്യമില്ല കേട്ടോ. എനിക്കൊരു മത്സരാർത്ഥിയായിട്ട് ആദ്യം പോലെ പോയി നിൽക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ 7 സീസണിൽ ഞാൻ അയച്ച് സംസാരിച്ചെന്നൊക്കെ പറയാം. ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു സത്യം നമുക്ക് നോക്കാം, അടുത്ത ഓഡീഷനിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാം, വിളിക്കാം, ഓഡീഷൻ വിളിക്കാം. ഞാൻ പറഞ്ഞു ഓഡീഷൻ വിളിച്ചാൽ മതി, നമുക്ക് ചാൻസ് അതിലേക്ക് തരണമെന്നല്ല. ഓഡീഷൻ വിളിക്കുമ്പോൾ നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ തന്നാൽ മതി. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞവർ. ഉമ്മയ്ക്ക് എങ്ങനെ ഹൗസിലേക്ക് പോകണം? ഞാൻ അന്ന് അവിടെ പോയപ്പോഴത്തേക്ക് അതിനകത്ത് കയറി എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അവർ കയറി കാണാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. എനിക്ക് അനീഷിനെയും ഷാനവാസിനെയും പെൺകുട്ടികളെയും എല്ലാവരെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആദ്യ നൂറ എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരല്ലേ, അവരെയൊക്കെ ഒന്ന് കാണാൻ. അന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു, ഞങ്ങളെ വിളിക്ക് ഏഷ്യാനെറ്റ്, ഞാനും ഉമ്മയും കൂടെ വരാം അവരുടെ വീട്ടുകാരായിട്ട്. അവരെ രണ്ടിന്റെ അതിലിടെ നൂറയുടെ മറ്റേ ഇവര് വന്നില്ലേ, ആരാ മറ്റേ നമ്മുടെ ജാസ്മിനും മറ്റേ വേറെ ഒരാളും കൂടെ വന്നല്ലോ, അവരുടെ ഫാമിലി ആയിട്ട് ഫ്രണ്ടായിട്ട്. അപ്പൊ ഞങ്ങൾ അന്ന് രാത്രി വീട്ടിരുന്നു, ഇവരെ വിടണ്ടായിരുന്നു, നമ്മളെ വിട്ടാൽ മതിയായിരുന്നു, ഞങ്ങൾ രണ്ടും കൂടെ പോയാനല്ല അവരുടെ ഫാമിലി ആയിട്ട്. അത് നെഗറ്റീവ് പറയുന്നവരുണ്ട്, പോസിറ്റീവ് പറയുന്നവരുണ്ട്. നമ്മക്ക് ഇതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഈ കമന്റ് നോക്കാതിരുന്നത്. ഇപ്പൊ തോനെ കമന്റ് വരാൻ നോക്കിയതിന് ശേഷം ഞാൻ നോക്കത്തില്ല. ഇപ്പൊ നെഗറ്റീവ് പറയുന്നവർ അവിടെ പറയട്ടെ, അതിന് മാത്രം നെഗറ്റീവ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അല്ല, എന്തെല്ലാം നെഗറ്റീവുകൾ കാണിക്കുന്നവരുണ്ട്, റീച്ചിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നവരുണ്ട്. നമ്മൾ അങ്ങനെ നോർമൽ ഉമ്മായും മോനും തമ്മിൽ സംസാരിക്കുന്ന കണക്ക് ഷൂട്ട് ചെയ്യാൻ ഇടുക. പിന്നെ നമ്മൾ അവിടെ പോകാനും നിൽക്കാനും എല്ലാം നമുക്ക് കൂടുതലും ഇടയാക്കിയത് നമുക്കുള്ള പ്രേക്ഷകരുണ്ടായത് കൊണ്ടാണ്. നമ്മളടുത്ത് പ്രേക്ഷകർ എപ്പോഴും പറച്ചിലായിരുന്നു, ഉമ്മായി ഒന്ന് അവിടം വരെ കൊണ്ടുപോകണം, ഒന്ന് കൊണ്ടുപോകണം കമന്റ് ഇടലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഏകദേശം ഒരാഴ്ചത്തെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം മൊത്തം കമന്റും അതാ. കാര്യം ഫ്ലോറിൽ പോകണം, ഉമ്മായി ലാലേട്ടനെ കാണിക്കണം, അവിടെ കൊണ്ടുപോകണം, ഏഷ്യാനെറ്റ് ഇത് കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചത്. മാത്രമല്ല നമുക്ക് ഇത്രയും വലിയൊരു സംഭവം തന്ന കാര്യം. തുടക്കം തന്നെ ലാലേട്ടൻ ഇറങ്ങിയെന്ന് ഞാൻ ആദ്യമായിട്ടല്ലേ, നമുക്കിത് പോകാനും ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഒരു ഭയങ്കര ഇതാ. അപ്പോൾ ഈ മ്യൂസിക് ഒക്കെ കേൾക്കുന്നെങ്കിൽ നമ്മൾ എപ്പിസോഡ് കാണുന്ന കണക്ക് തന്നെ തിയേറ്റർ സെറ്റപ്പാണ്, ഭയങ്കരമായിട്ട് കേൾക്കുമല്ലേ. അപ്പോൾ ഇത് തുറന്ന് ലാലേട്ടൻ ഇറങ്ങി വരുന്നു, നമസ്കാരം പറഞ്ഞ് ബിഗ് ബോസിന്റെ ഈ സംഭവമൊക്കെ സ്പോൺസറൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു വിശിഷ്ടാതിഥികൾ രണ്ടുപേരും വന്നിട്ടുണ്ട്, ഉമ്മയും മോനും എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ റിലേ പോയി. അങ്ങനല്ലേ, ഇത്രയും പേര് പുറകിൽ നമ്മുടെ 100 പേര് പുറകിൽ ഇരിപ്പുണ്ട്. എല്ലാവരും അവർ വളരെ കഷ്ടപ്പെട്ട് വന്നവരാ. ബാക്കിയുള്ളവർക്ക് ഫാൻസ് ആയിട്ട് കാണാൻ പോകുന്നവർക്ക് പോകാലോ. നമ്മൾ ഇവിടുന്ന് തുടക്കം മുതലേ ഞങ്ങൾ ലാലേട്ടനെ കാണാൻ പോകുക എന്ന് പറഞ്ഞ് പല വീഡിയോകൾ ഞങ്ങളിത് മുമ്പേ പറഞ്ഞു. പക്ഷേ എന്നാലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു ഇതും ഇല്ലായിരുന്നു, ഒന്നുമില്ല. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നിട്ടും ഒരു വീഡിയോ ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യുന്നുണ്ട്. എവിടെ പോകുക അമ്മ ബാഗൊക്കെ ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടനെ കാണാൻ പോകുക. ഇത് അവർ പോലും പറഞ്ഞില്ല ഈ സംഭവം. എന്നിട്ട് ആ ഗേറ്റിന്റെ മുമ്പിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മ ഫോട്ടോയിലെ ലാലേട്ടനെ കണ്ടപ്പോൾ ഒറിജിനൽ കയറി കാണണ്ടേ അത്. അപ്പൊ തന്നെ നമുക്ക് കാണാനും പറ്റി. അപ്പൊ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റി. എയർപോർട്ടിലൊക്കെ ഒന്ന് വീഡിയോ ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലുള്ള എന്താണെന്ന് അറിയാമോ കാര്യം, ഞാൻ ഇത്രയും ഒരു ആന കാര്യമായിട്ട് ഇത് പറഞ്ഞിടുന്നു. ഏതാ ബിഗ് ബോസിലേക്ക് കാണാൻ വിളിച്ചിരിക്കുന്നത്. പലരും എനിക്ക് മെസ്സേജ് അളിയാ അവിടെ വെറുതെ കണ്ടോണ്ടിരിക്കാനായിരിക്കും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വെറുതെ ഒരു കാണിയെ പോലെ ഏതെങ്കിലും മൂലയിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് പോലും കാണാതിരുന്ന എന്തോ ഈ അടുത്ത ദിവസം വന്നിട്ട് നീയൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയുന്നില്ല എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മള് ഏഷ്യാനെറ്റ് എനിക്ക് തോന്നുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും അവർ കുറച്ച് എന്തായാലും ഏഷ്യാനെറ്റ് ഭയങ്കര ഇത് നമുക്ക് തന്നു. 2 പ്രൊമോ എനിക്ക് കൊളാബ് ചെയ്ത് എനിക്ക് വലിയൊരു സംഭവമാണത്. ഓരോരുത്തർ ചോദിക്കും, അത് മാത്രമല്ല നമ്മളുടെ കാസ്റ്റിലുള്ളവരെടുത്ത് ചോദിക്കും,
നബിയെ കണ്ട സന്തോഷമാണോ, സ്വർഗത്തിൽ പോകാൻ നിനക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് സ്വർഗത്തിൽ പോകുമ്പോഴും നബിയെ കാണുമ്പോഴും മാത്രമല്ലല്ലോ, നമ്മൾ ഇഷ്ടമുള്ള ആളുകളെ അങ്ങനെ മുമ്പിൽ കാണുമ്പോഴും, അത് ലാലേട്ടനെയൊക്കെ പോലെ ഒരാളെ കാണുമ്പോൾ സന്തോഷിച്ചില്ലെങ്കിൽ അവൻ മനുഷ്യരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പുള്ളി ഇങ്ങനെ അടുത്ത് നിന്ന് കണ്ടപ്പോൾ ഒരു എന്തോ തേജസ്, പുള്ളി ഒരു അമ്പിളിമാവ് കത്തിക്കുന്ന നടക്കാണ് പുള്ളിയുടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തുടക്കം മുതൽ മമ്മൂക്കയുടെ സിനിമ ഇഷ്ടമായിരുന്നു. പക്ഷേ ലാലേട്ടനെ ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ തേന്മാവിൻ കൊമ്പത്തെന്ന് പറഞ്ഞൊരു സിനിമ ഏതാണ്ട് ഒരു 31 വർഷമായി കാണാതെ ഇറങ്ങിയിട്ട്. ഞാൻ ഇവനെ പ്രസവിച്ച് കൈക്കൊച്ച് പൊടി 40, ഞങ്ങൾക്ക് 40 ദിവസം 38 ദിവസം ആകുമ്പോഴാണ് കുളിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞ് പൊടി കൊച്ച്. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ പറയുന്നത് അങ്ങനെ രാത്രി ഇറങ്ങി സിനിമയ്ക്ക് പോയിക്കൂടാ. അപ്പോൾ ഇവൻ്റെ വാപ്പാടെ കൂടെ സെക്കൻഡ് ഷോ സിനിമ കാണാനായിട്ട്, സെക്കൻഡ് ഷോ സിനിമ കാണാനായിട്ട് ഞാൻ ഇറങ്ങിപ്പോന്ന്. ഇവൻ കൈക്കൊച്ച് പൊടി കൊച്ച്. അതായത് ഞാൻ എൻ്റെ പ്രസവം കഴിഞ്ഞ് 40 കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ 28 കുളി എനിക്ക് 40 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് കാണാനായിട്ട് തിയേറ്ററിൽ പോകുന്നത്. ഇവ ഇരുന്ന് ദിവസം കഴിഞ്ഞ് എന്നെ കൊണ്ട് തിയേറ്ററിൽ. അപ്പൊ എന്റെ ഉമ്മ പറയുന്ന അങ്ങനെ ഇപ്പോഴേ പൊയ്ക്കൂടെ ഇറങ്ങി, നിനക്ക് ഇപ്പോഴേ പൊയ്ക്കൂടെന്ന് പറഞ്ഞ് പൊടി കൊച്ചിനെയും കൊണ്ട് പൊയ്ക്കൂടെ, അങ്ങനെ ഇരുട്ടത്തൊന്നും രാത്രി പൊയ്ക്കൂടെന്ന് പറഞ്ഞ് ഉമ്മ വഴക്ക് പറയുന്നത്. അന്നൊക്കെ കാട് ഇതുപോലുള്ള നല്ല വെളി സ്ഥലങ്ങളൊന്നും അല്ലല്ലേ, റോഡൊന്നുമില്ല, വെറും കാടും ഇടവഴിയൊക്കെ കൂടെ വേണം പോവാൻ. 40 ദിവസത്തെ ഞാൻ ആദ്യം കണ്ട പടം അപ്പോഴത്തേക്കുണ്ട് ജനിച്ചിട്ട് ഫസ്റ്റ് തിയേറ്ററിൽ പോകുന്ന പടം. ഇവൻ കരച്ചില്, ഭയങ്കര കരച്ചിൽ, എന്നെ കാണാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഭയങ്കര ആഗ്രഹിച്ച ലാലേട്ടൻ്റെ സിനിമ ഞാൻ കാണാൻ പോവുക. അതുവരെ ഞാൻ മമ്മൂക്കയുടെ സിനിമയെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴും ഇവൻ കാണാൻ സമ്മതിക്കത്തില്ല, കരച്ചിൽ അതിനകത്തോട്ട് കയറി ചെയ്തപ്പോൾ ഞാൻ നല്ല ഇരുന്നുള്ളും കൂടെ കൊടുത്ത്. കൊച്ചു കരയുന്നത് അവൻ്റെ വാപ്പാക്ക് ഇഷ്ടമല്ല, വാപ്പാക്ക് ഇഷ്ടമല്ല കേട്ടോ, അവൻ്റെ വാപ്പാക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ എടുത്ത് പുറത്ത് കൊണ്ടുപോയി പിന്നെ ഉറക്കിയാ പിന്നെ കൊണ്ടു തന്നെ. അങ്ങനെ അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ലാലേട്ടനെ എന്നെങ്കിലും ഒന്ന് കാണും. 30 വർഷത്തിന് മേലെയായി അത് കാണാൻ. മമ്മൂക്കായെ കാണാനും ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞാൻ ഒരു വീഡിയോ ചെയ്തതിന് ആരെല്ലാം എന്നെ എന്തെല്ലാം പറഞ്ഞു. മമ്മൂക്ക ടിക്ടോക്കുള്ള സമയത്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. മമ്മൂക്കായ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണണം എങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ എന്റെ വീട്ടിൽ നെഗറ്റീവ് ആളുകൾ എന്തെല്ലാം പറഞ്ഞറിയാം. അങ്ങനെ അതുപോലെ മമ്മൂക്കയുടെ സിനിമ മണിയറ കാണാൻ പോയി. എൻ്റെ കല്യാണം കഴിഞ്ഞ് എത്ര ദിവസമായപ്പോൾ ഇതുപോലെ ഇരുട്ടത്ത് പോയി ഞാൻ തെറ്റിയടിച്ച് ഇടവഴിയിൽ നിന്ന് തെറ്റിയടിച്ച് നെടുമ്പാടടിച്ച് സെക്കൻഡ് ഷോയ്ക്ക് പോയി വന്ന് വീഡിയോ ചെയ്തു. ഇവൻ്റെ വാപ്പായും ഞാനും കൂടെ പോയപ്പോഴും ഇവൻ്റെ വാപ്പ ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കായ. അങ്ങനെ ഞങ്ങൾ സിനിമ കാണാനായിട്ട്, അത് മണിയറ സിനിമ കാണാനായിട്ട് പോയിട്ട് ഒരുപാട് വർഷമായി. എനിക്ക് 4 വയസ്സുള്ളപ്പോഴേ മരിച്ചു പോയതാണ് കേട്ടോ. ആരും ഈ വീഡിയോസിലൊന്നും വാപ്പയെ കണ്ടിട്ടില്ല, പിന്നെ ആരും കമന്റ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ വാപ്പ 4 വയസ്സുള്ളപ്പോഴേ മരിച്ചു പോയതാണ്. പിന്നെ ഉമ്മ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല. ഉമ്മ എന്നെ ഇങ്ങനെ വളർത്തി, ഇങ്ങനെ വലിയ സെറ്റപ്പിലാക്കി. ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. കേരളത്തിന് വളർത്തിയതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാൻ, ഭയങ്കര കഷ്ടപ്പെട്ട് കേരളത്തിന് വേണ്ടിയൊക്കെ 2-3 തവണയൊക്കെ കളിച്ചിട്ടുണ്ട്. അതാ ഇതൊക്കെ. പിന്നെ ഷോൾഡറിന് എനിക്കൊരു ഇഞ്ചുറി പറ്റിയപ്പോഴത്തേക്കാണ് കളിയിൽ നിന്ന് കുറച്ച് ബാക്ക് ആയത്. പക്ഷെ ഇപ്പൊ ഈ ലാലേട്ടൻ്റെ അടുത്ത് പോയതിനു വേണ്ടി കളിയുടെ സംഭവങ്ങൾ വരെ പൊക്കി വരുന്നുണ്ട്. കളിക്കും. എന്നാലും ആ ജോലിക്ക് വേണ്ടിയുള്ളൊരു സംഭവം പോയി. ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ ട്രയൽസിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കൈ ഓപ്പറേഷൻ ചെയ്തതൊരു മുമ്പിലൊക്കെ പറയുമായിരുന്നു. 2-3 പോയപ്പോൾ എനിക്ക് വിഷമമായിട്ട് പിന്നെ അങ്ങ് പോയി, ഗൾഫിൽ കയറി പോയി. പിന്നെ മസ്കറ്റിലൊക്കെ പോയി കണ്ടമാനം കളിച്ച് ജയിച്ചിട്ടുണ്ട് എല്ലാ ടീമുമായിട്ട്. ഞാൻ കുറച്ച് ബാക്കായി, കളിയിൽ കുറച്ച് പ്രാക്ടീസിനൊന്നും സ്ഥിരമായിട്ട് പോകത്തില്ല. പിന്നെ കുറെ കാലം കൊണ്ട് സീരിയല്, ഒരുപാട് സിനിമയുടെ കൂടെ കൂട്ടത്തിൽ. 14 വയസ്സുള്ളപ്പോൾ അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ സൂര്യ ടിവിയിലുള്ള, അതിന് ഞാൻ ഓഡിഷൻ പോയിട്ടുള്ള 14 വയസ്സ്. എന്നിട്ട് ഈ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ അങ്ങനത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൂട്ടത്തിലോടെ ഒരു 8-9 സിനിമ, തേജാബായി, ഹീറോ, അങ്ങനെയുള്ള എല്ലാ സിനിമ, വീരപുത്രൻ, എല്ലാ സിനിമയിലും. വീരപുത്രനിൽ പക്ഷേ പോസ്റ്ററിൽ ചെറുതായിട്ട് ശരത് കുമാറിന്റെ പുറകിരിക്കുന്നൊരു സംഭവമുണ്ട്. പിന്നെ അതിനുശേഷം സീരിയലും വക്കീല് അത് ഇതെല്ലാം കൂട്ടത്തിരിക്കാനുള്ള സംഭവമായിരുന്നു. പിന്നെ കല്യാണി എന്ന് പറഞ്ഞ കല്യാണി എന്ന് പറഞ്ഞൊരു സീരിയലിൽ അത്യാവശ്യം കുറച്ച് ദിവസം നല്ലൊരു ക്യാരക്ടറായിട്ട് കിട്ടി. പിന്നെ ഈ കാർത്തിക ദൈവത്തിലും ചെറിയ കുഴപ്പമില്ലാത്തൊരു വേഷം കിട്ടി. അതൊരു 4 ദിവസമേ ഉള്ളായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ലപോലെ നമ്മളെ കാണുമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ 5 വർഷം ഞാൻ ഒന്നും ചെയ്തില്ല. കാര്യം എനിക്ക് മടുത്ത്, ശ്രമിക്കാത്തല്ല കാര്യം ഈ ടിക്ടോക്ക് ബാൻ ചെയ്തതിന് ശേഷം എൻ്റെ ഫോൺ അടുത്ത ദിവസം വീഗാലാൻഡിൽ പോയിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് തറ വീണ് പൊട്ടിയപ്പോൾ ക്യാമറ പൊട്ടിയപ്പോഴത്തെ, അതാണ് സത്യത്തിലുള്ള ഇത്, കറക്റ്റായിട്ടുള്ള വാസ്തവം. അപ്പോൾ ആ ഫോൺ പൊട്ടിയപ്പോൾ എനിക്ക് വേറെ ഫോൺ അപ്പോൾ മേടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു. കാര്യം ഒരു ചെറിയ, അറിയാമല്ലോ ബ്രോയ്ക്ക്, ഒരു ചെറിയ ഫോൺ മേടിച്ചാൽ നമുക്ക് നമ്മളെ പരിപാടി നടക്കൂല. അങ്ങനെ വിചാരിച്ചൊന്ന് ബ്രേക്ക് എടുത്ത് പിന്നെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ വേറൊരു മൈൻഡായി പോയി. പിന്നെ കുറച്ച് ഒരു 5 വർഷത്തോളം മോശം ലൈഫായിരുന്നു. ആ ഒരു ലൈഫിലാണ് ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 9 മാസം കൊണ്ട് പിന്നെയും ഞാൻ പോയി ഈ 24 മേടിച്ചു. 4 ഫ്രഷ് പോയി, ഉമ്മ പൈസയൊക്കെ തന്ന് ഞാൻ ബാഗിൽ പൈസയൊക്കെ എറണാകുളത്ത് പോയിട്ട് ഷോറൂമിൽ നിന്നൊക്കെ മേടിച്ചു. ഇവിടുത്തെ ഷോറൂമിൽ പൈസ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് നോക്കി എറണാകുളത്ത് പോയിട്ട് മേടിച്ചപ്പോൾ തന്നെ അന്ന് ഈ ഫോൺ കിട്ടിയപ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടിയത് കണക്കായിരുന്നു. ഞാൻ
അതിലൊരു സ്റ്റോറി എടുത്ത് ഇപ്പോഴും എൻ്റെ ഹൈലൈറ്റ്സ് കിടപ്പുണ്ട്. മറ്റേ സലാറിലെ BGM ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ കിട്ടിയതാണൊക്കെ വെച്ചത്. അല്ല ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കത് കറക്റ്റാണ്. ആ ഫോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ റീൽസും എല്ലാം ചെയ്തതും ഉമ്മാട പിടിച്ചതും ഇപ്പൊ അവിടെ എത്തിയതും എല്ലാം. അപ്പൊ അന്ന് ആ സ്റ്റോറിക്ക് കൊടുത്ത BGM ഇപ്പൊ കറക്റ്റായി. ഇപ്പോൾ ഷർജുക്ക് പറഞ്ഞു ബിഗ് ബോസിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന്. ഉമ്മയ്ക്ക് എങ്ങനെ താല്പര്യമുണ്ടോ? കിട്ടുവാണെങ്കിൽ ഉമ്മായും മോനും എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും മോനൊന്നും പറഞ്ഞ് ആദിലെ നോറയും വിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. അതിലെ നൂറ് അല്ല മറ്റേ അതിലെ നോറ ഇപ്പൊ കപ്പിൾസ് ആയിട്ടല്ലേ അവരെ വിടുന്നത്. അതേപോലെ ഫിറോസിനെയും വൈഫിനെയും വിട്ട്. അതേപോലെ ഇല്ല പാട്ട് പാടുന്നവർ രണ്ടുപേരും സഹോദരൻ ബാലയുടെ വൈഫ് ആയിരുന്ന അവരും അനിയത്തിയും കൂടെ അഭിരാമിയും മറ്റുള്ള പേര് അറിയാൻ വയ്യ. അവര് അമൃത അഭിരാമി അവർ രണ്ടുപേരും കൂടെ പോയില്ലേ അനിയത്തി ചേട്ടത്തി. പക്ഷെ ഇതുവരെ ഉമ്മയും മോനും വാപ്പയും മോനും ഒന്നും വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. കാര്യം അവര് സഹോദരങ്ങൾ വന്നിട്ടുണ്ട്, അല്ലാതെ കപ്പിൾസ് വന്നിട്ടുണ്ട്. പക്ഷെ ഉമ്മയും മോനും ഒന്നും ഒരു ചാൻസ് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ അവര് വിളിക്കും ഉമ്മയും മോനുമായിട്ട് പോവാൻ. കൊണ്ടുള്ളത് ഞാനും ചെയ്യും, ഫിസിക്കലായിട്ടുള്ളത് ഞാനും ചെയ്യും, അവനും ചെയ്യും. കാര്യം ഉമ്മയും മോനും കൂടെ പോവാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടും കൂടെ പോയാൽ സംസാരിക്കുന്നത് ഉമ്മ സംസാരിക്കും. കരയുണ്ടാക്കി ഒരു മൂലയിൽ പോയി ഞാൻ ഒരു മൂലയിൽ പോയി ഇമോഷനിലൊക്കെ ഫുള്ള് ഉമ്മ കൊടുക്കുക. എന്നിട്ട് ഫുള്ള് ഒരു സൈഡിൽ മാസം അടിച്ച് ഞാൻ കുഴപ്പമാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നത്. കൊള്ളായിരുന്നു പരിപാടി. അപ്പൊ ഇത്രയും സീസൺ കണ്ടത് കൊണ്ട് എങ്ങനെ കളിക്കണമെന്നും അറിയായിരിക്കുമല്ലോ അല്ലേ? അല്ല നമ്മൾ അറിയാം, പക്ഷെ നമ്മൾ എത്ര അറിഞ്ഞോണ്ട് അതിന്റെ ഉള്ളിൽ ചെന്നാലും ഉണ്ടല്ലോ അവിടെ അപ്പോഴും നടക്കുന്ന കാര്യം അപ്പോഴത്തെ മൈൻഡാണ് ബിഗ് ബോസിനുള്ളിൽ മാറുന്നത്. എപ്പോഴാണ് നമ്മളറിയോ ഇത് അവിടെ ചെന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് പറയാം ആദ്യം നമ്മുടെ കാര്യം പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം സർജു പോയാൽ തന്നെ സർജു ഇതുപോലെ കാണിച്ചാൽ ഞാൻ ഇരുന്ന് പറയും. പക്ഷെ എനിക്ക് ക്യാമറ പിടിക്കാനും ഇത് ചെയ്യാനും ഒന്നും അറിയത്തില്ല. സർജു പോയാൽ തന്നെ കുറ്റം കാണിച്ചാൽ ഞാൻ അത് ഉറപ്പായിട്ടും പറയും. എല്ലാരും ഒന്നുമല്ലേ, അല്ല എല്ലാരും ഒന്നുമല്ലല്ലേ. അവനായാലും മറ്റൊരു കൊച്ചുങ്ങളായാലും എല്ലാം ഒന്നുപോലെയാണ്. പിന്നെ നമ്മുടെ മോൻ മറ്റുള്ള കൊച്ചുങ്ങളും അതുപോലെ. കുറ്റം ചെയ്യുന്നവരെല്ലാവരും ഒന്നുപോലെ എൻ്റെ രീതിയിൽ. എന്തായാലും ടിക്ടോക്ക് വീഡിയോ ചെയ്തിരുന്ന നിങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും വൈറലായിട്ടുണ്ട്, ബിഗ് ബോസിലെത്തി. ഇനി ബിഗ് ബോസിൽ മത്സരിക്കാൻ കൂടി കഴിയട്ടെ. ഇത്ര നേരം നമ്മളോട് സംസാരിച്ചതിന് നന്ദി. നിങ്ങളിവിടെ വന്നതിനും നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിലും അങ്ങോട്ട് നന്ദി. താങ്ക്സ്.